ജന്തർ മന്ദറിലെ CJP സമരത്തിന് ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു പോയി. ഇപ്പം ഈ രാജിക്ക് ശേഷം, അതായത് നമ്മുടെ ഒരു പ്രശസ്തയായ ഒരു വ്ളോഗർ മറീന ഡെയ്സി ജോർജിൻ്റെ ഒരു കുറിപ്പ് വൈറലാവുന്നുണ്ട്. അപ്പോൾ ഈ മറീന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴുതടച്ച് ഫലപ്രദമായി റീടെസ്റ്റ് നടത്തി വിജയികളെയും പ്രഖ്യാപിച്ച ആൺകുട്ടിയായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇറങ്ങിപ്പോകുന്നതെന്നും അദ്ദേഹം ഒരേ സമയം നല്ലൊരു ഭരണാധികാരിയും ഉത്തരവാദിത്വമുള്ള പൗരനുമാണെന്ന് മറീന പറയുന്നുണ്ട്. അതായത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, മന്ത്രിസഭ പുനഃസംഘടന BJP നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങളും നേരത്തെ ആലോചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CJP സമരവും പ്രൊട്ടസ്റ്റും ഒക്കെ നടന്നെങ്കിൽ കൂടെയും ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ സ്ഥാനചലനം എന്ന് പറയുന്നത് BJPയുടെ തോൽവിയേ അല്ല എന്ന് ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ശരി, അതൊരു BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. കാര്യം അവർ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നിലവിൽ അവർ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഏറെക്കുറെ ആലോചനയിലൊക്കെ തന്നെ ആയിരുന്നു. അത് വാസ്തവമാണ്, അത് അല്ല എന്ന് പറയാൻ പറ്റില്ല മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണോ എന്ന ഒരു സംശയം സ്വാഭാവികമായി നമുക്കുണ്ടാവും. നമ്മൾ നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന പ്രഖ്യാപിച്ചതിന് ശേഷമാണ് CJPക്കാർ സമരം തുടങ്ങിയത് എന്ന് പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. CJP എന്തിനാണ് സമരം തുടങ്ങിയത്, എങ്ങനെയാണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പോലും ഒരു മൂവ്മെൻറ്റ്, ഒരു യൂത്ത് മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ CJP എന്ന് പറയുന്നത് അവർ രാവിലെ എണീറ്റിട്ട് പേരൊന്നും അല്ല CJP. എന്തുകൊണ്ടുണ്ടായി? അപ്പം നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു പ്രൊട്ടസ്റ്റിന് അവർ തയ്യാറെടുക്കുകയായിരുന്നു. അല്ലാതെ അതിന് മുൻപ് പ്രൊട്ടസ്റ്റ് വന്നിട്ടല്ല CJP എന്ന് പേര് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റിന് തയ്യാറെടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അവരെ കോക്രോച്ച്, അതായത് ഈ നാട്ടിലെ യുവജനങ്ങൾ കോക്രോച്ചുകളെ പോലെയാണ് എന്ന ഒരു വൃത്തികെട്ട പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ തുടർന്നിട്ടാണ് ഒരു പറ്റം വരുന്ന ജെൻസി കുട്ടികൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോക്രോച്ച് ആണെങ്കിൽ ആ കോക്രോച്ച് എന്നുള്ള പേര് ഞങ്ങൾക്ക് കിട്ടുകയെന്ന് ജനതാ പാർട്ടി നേതാക്കന്മാരുടെ പേരും കൂടി ചേർത്തിട്ട് ഞങ്ങൾ ജനതാ പാർട്ടിയും കൂടെ ആവാം. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അവർ കൊടുക്കുകയാണ്. അല്ലാതെ അവർക്ക് CJP എന്ന് പറയുന്ന ഒരു സാധനം അവർ മൂവ്മെന്റ് നടത്തിയതിന് ശേഷമാണ് അവർക്ക് അങ്ങനെ ഒരു പേര് പോലും ഇട്ട് കൊടുക്കുന്നത്. കാര്യം ഈ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ആ ഒരു അഭിപ്രായ പ്രകടനത്തിന് ശേഷം മാത്രമാണ് അതങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ പ്രൊട്ടസ്റ്റിലേക്ക് പോയി. ഇൻ കേസ് ആ പ്രൊട്ടസ്റ്റ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇതിൽ മന്ത്രിസഭാ പുനഃസംഘടനയും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ സമരത്തിനിടയിൽ തന്നെ ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അവർ ചെയ്തില്ലല്ലോ മന്ത്രിസഭാ പുനഃസംഘടന. കാരണം എന്താ, ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഈ മറീന പറഞ്ഞ പോലെ ഞങ്ങൾ നല്ല ആൺകുട്ടിയെ പോലെ തലയുയർത്തി പിടിച്ചാണ് പോയെന്ന് പറയുന്നു. ശരി, തലയുയർത്തി പിടിച്ച് പൊയ്ക്കോളൂ. ഞങ്ങൾ നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്തി, റീടെസ്റ്റ് നടത്തി, വിജയികളെ പ്രഖ്യാപിച്ചിട്ട് പോകുന്നു. പിന്നെ എന്തിനാണ് ഇത്രയും ദിവസം വൈകിയത്? ഇവർക്ക് ഇങ്ങനെ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ്? ഈ CJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന് ഇത്ര മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ്? അതന്നെയല്ല മറുപടി പറയേണ്ടത്. അവർ ആൺകുട്ടിയെ പോലെ ആയിരിക്കും ഇറങ്ങിപ്പോയത്. ശരിയായിരിക്കാം, പുള്ളി റീടെസ്റ്റ് ഒക്കെ നടത്തി അതിന്റെ പച്ചയ്ക്കായിരിക്കും ഇറങ്ങിപ്പോയത്. പക്ഷെ എന്തിന് ഇത്രയും ദിവസം വൈകി? എന്തിനായിരുന്നു ഇത്രയും ദിവസം ഇതിട്ട് ഇഴപ്പിച്ചത്? നേരത്തെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ടങ്ങ് രാജിവെപ്പിച്ചാൽ പോരായിരുന്നു? അല്ലെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കുന്ന സമയത്ത് നേരിട്ട് അവരെ കൊണ്ട് മാത്രമാണ് രാജിവെപ്പിക്കുന്നത്? അല്ല, പുനഃസംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പലരും അവർ രാജിയിലേക്ക് പോകും. കാര്യം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. അപ്പം അവരിൽ പലരും രാജിയിലേക്ക് പോകാൻ സ്വാഭാവികമായി നടക്കും. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമാണ് ഇപ്പോൾ രാജിവെച്ചത്. വേറെ എത്രയോ മന്ത്രിമാർ, നിതിൻ ഗഡ്കരി ഉണ്ടായിരുന്നു, രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, എന്നാണ്ട് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്കൊക്കെ രാജിവെച്ച് പുനഃസംഘടനയിലേക്ക് പോകാമായിരുന്നല്ലോ, എന്നിട്ടും അത് ചെയ്തില്ല. അപ്പം പുനഃസംഘടന എന്ന് പറയുന്നത് എപ്പോഴോ സംഭവിക്കാൻ ഇടയുള്ള ഒരു സാധനം മാത്രം. അതിനെ ഇതുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു BJP എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. ഇനി യോഗി ആദിത്യനാഥ് ഇനി വന്നാലേ കാര്യങ്ങൾ നേരെ നടക്കൂ എന്ന് പറയുന്ന ഒരു മണ്ടത്തരമുണ്ട്. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല നിലവിലുള്ളത്. ഇവര് അടക്കമുള്ള ഒരു ക്ലച്ചസ്, അതായത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇതിന് RSSന്റെ പിൻബലം എന്തടിസ്ഥാനത്തിലായിരിക്കും യോഗിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്?
യോഗിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദു നിലപാടാണ് യോഗിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാതെ യോഗി പിന്നെ അവരുടെ സംസ്ഥാനത്തെ അങ്ങ് വലിയ സംഭവമാക്കി മാറ്റുകയൊന്നും അല്ല. യോഗി ആദിത്യനാഥും പിന്നെ ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിയും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്ക് തമ്മിൽ RSSന്റെ ഒരു പിൻബലം എപ്പോഴും യോഗിക്കുണ്ട്. പിന്നെ ഇവർക്ക് പലപ്പോഴും കൂടിക്കാഴ്ച പോലും അനുവദിക്കാത്ത ഒരു നിലയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി തീവ്ര ഹിന്ദു നിലപാടിൽ നിന്നും കുറച്ച് മാറി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ മോദിക്ക് അത്രത്തോളം ഒരു തീവ്ര ഹിന്ദു നിലപാടുകളില്ല എന്ന് പച്ചയ്ക്ക് പറയാം. മോദി പലപ്പോഴും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി പെരുമാറേണ്ട രീതിയിലൂടെയാണ് നരേന്ദ്രമോദി ഒരു പരിധി വരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അധികം മണ്ടത്തരം പറയുന്നില്ല. ആ സ്ഥാനത്തിന് വേണ്ട റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭരിക്കുന്ന ഏതൊരു നേതാവും ശീലിക്കേണ്ട കാര്യം ഇന്ത്യയുടെ ഒരു സെക്യുലറിസ്റ്റിക്ക് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു സോഷ്യലിസ്റ്റ് ഒരു സമീപനത്തോടും ഡെമോക്രാറ്റിക് സമീപനത്തോടും അതായത് ജനാധിപത്യ സമീപനത്തോടും നീതി പുലർത്താൻ കഴിയണം. അപ്പം മോദി ഏറെക്കുറെ എന്ന് വെച്ചാൽ പൂർണ്ണമായി മോദി പണ്ട് ഭരിച്ചിരുന്നവരെ പോലെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഒരു പരുവത്തിന് നരേന്ദ്രമോദി ഈ തീവ്ര വർഗീയ നിലപാട്, ഞാൻ ഇപ്പോഴും പറയുന്നത് വർഗീയ നിലപാടുണ്ട് മോദിക്ക്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, തീവ്ര വർഗീയ നിലപാടിൽ നിന്ന് കുറച്ച് പിന്നോക്കമാണ്. അപ്പോൾ ഈ തീവ്ര വർഗീയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അക്ഷരാർത്ഥത്തിൽ RSSനെ പോലെയുള്ള സംഘടനയ്ക്ക് താല്പര്യമില്ല. ഇതുകൊണ്ട് RSSും നരേന്ദ്രമോദിയും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ തീവ്ര ഹിന്ദു നിലപാടാണ് കാര്യം. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം, അതാണ് അവരുടെ ആശയം. അപ്പം എന്താ വെച്ചാൽ വിചാരധാര അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ആര്? ഈ പറയുന്ന RSSകാർ. അപ്പം തീവ്ര ഹിന്ദു നിലപാട് നമുക്കറിയാം. ഈ വീർ സവർക്കർ കേട്ടിട്ടുണ്ടല്ലോ. ഈ വീർ സവർക്കറിനെ വീർ ആക്കിയത് പോലും പിന്നെ അവരൊക്കെ തന്നെയാണ്. അതായത് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഇട്ട ഒരു പേരാ പുള്ളിയുടെ ഒരു പുസ്തകത്തിനകത്ത്. സീരിയസ് ആയിട്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം തന്നെയാണ് സ്വയമേവ ഇപ്പം ഞാൻ എന്നെ വീർ സിറിന എന്ന് വിളിക്കുന്ന പോലെ വീർ എന്ന് പറയുന്നത് വീർ സവർക്കർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അവരുടേതൊക്കെയാണ് തീവ്ര ഹിന്ദു നിലപാട്. അപ്പോൾ ആ തീവ്ര ഹിന്ദു നിലപാടുമായി നരേന്ദ്രമോദിക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിൽ ചെറിയ ചെറിയ ആശയഭിന്നതകളുണ്ട്. കാര്യം ഇനിയും ഈ യോഗി ആദിത്യനാഥ് ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്ക് വരുമ്പോൾ മോദി ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു പടി കൂടി കടന്നിട്ടായിരിക്കും യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് യോഗി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതല്ല എന്ന് വെച്ചാൽ. ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ഹൈക്കോടതിയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ട്, രാംകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ചൈനീസ് ജനതാ പാർട്ടിന്നോ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിളിക്കുന്നില്ല, ഞാൻ കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്ന് വിളിക്കുമെന്ന്. അപ്പം ഏകദേശം ട്രാക്ക് മനസ്സിലായോ? ഞാൻ വിളിക്കുന്നത് കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്നായിരിക്കും. അപ്പം ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കിടക്കുന്നത്. അതായത് അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിനെ കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്ന് വിളിക്കും. കാര്യം ഇപ്പോൾ ഈ പറയുന്ന ജൻസിക്കാർ അവിടെ ഇതിൻ്റെ വിജയാഹ്ലാദം അവിടെ വെച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ എന്തോ വെച്ച് നടത്തി. ഇതിന് ഫണ്ട് ചെയ്ത് ആരാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു ചർച്ചയായിട്ട് വരുന്നത്. അപ്പം BJPക്കാർ പൊതുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വിദേശ ഫണ്ട്, അപ്പോൾ ചൈന അടക്കമുള്ള അതുകൊണ്ടാണ് പിന്നെ കോക്രോച്ച് ചൈന ജനതാ പാർട്ടി എന്നുള്ള സാധനത്തെ പിടിച്ചു തൂങ്ങുന്നത്. വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നുണ്ട്. പക്ഷേ വിദേശകാര്യ വക്താവ് ആ ഒരു ആവശ്യത്തെ തള്ളിക്കളഞ്ഞു, ആ ഒരു സാധനത്തെ തള്ളി നീക്കി, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള നിലയിലേക്ക് തള്ളി നീക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇവർക്ക് തീവ്ര ഹിന്ദു നിലപാടോടുകൂടിയുള്ള ഒരു രാഷ്ട്രത്തലവൻ ഈ പറയുന്ന യോഗിയെ പോലുള്ള ഒരാൾ വരുമ്പോൾ നമുക്കറിയാം ഈ യോഗി ആദിത്യനാഥിൻ്റെ തീവ്ര നിലപാട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം പിന്നിലേക്ക് ചിന്തിച്ചു നോക്കണം. കുറച്ചു കാലം പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം താജ്മഹൽ, ഇവിടെ ആഗ്രയിലുള്ള താജ്മഹൽ എന്ന് പറയുന്ന നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിച്ച ഒന്നാണല്ലോ. നമ്മുടെയൊക്കെ ഇതനുസരിച്ചിട്ട് പിന്നെ ഷാജഹാൻ ചക്രവർത്തി മുംതാസ് ബീഗത്തിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു മനോഹര സൗധം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മുഹമ്മദ് ഈസ അങ്ങനെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മിച്ച ആളുടെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെ ഉള്ള താജ്മഹൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വലിയ മഹനീയ സൗധം അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങൾ ഇടപിടിച്ച് നിൽക്കുന്ന ഒരു വലിയ കെട്ടിടം, ഇതിനെ പിന്നീട് ഈ നരേന്ദ്രമോദി അതിന് മുമ്പ് യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ ഒരു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നത് ഇത് ശരിക്കും ഇവിടെ ഇതല്ല, താജ്മഹലല്ല, ഇതിന് പേര് തേജോ മഹാലൈ എന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തേജോ മഹാലൈ എന്ന പേരിലാണ് അല്ലെങ്കിൽ ആ പേരുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു, ശിവക്ഷേത്രമായിരുന്നു. അതായത് തേജോ മഹാലൈ എന്ന് പറയുന്നത് ശിവക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഷാജഹാൻ ചക്രവർത്തി ആ ക്ഷേത്രം തകർത്തിട്ട് പിന്നീട് നിർമ്മിച്ചതാണ് ഈ താജ്മഹൽ എന്ന് പറയുന്ന
ഖബറിടം, അതൊരു ഖബർസ്ഥാനാണ് ശരിക്കും. ഈ എനിക്ക് തോന്നുന്നു മുംതാസിൻ്റെ ഖബർസ്ഥാനാണ്. അപ്പം അവിടെ അതാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവിടെ നമുക്കറിയാം താജ്മഹൽ വിസിറ്റ് ചെയ്യാനൊക്കെ രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെത്തി വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടേക്ക് പിന്നെ വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്തും സന്ദർശകരുള്ള സമയത്ത് പോലും ഈ യോഗി ആദിത്യനാഥിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും സംഘവും ഇവിടുന്ന് തോറ്റമ്പാട്ടും ഒക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും, ക്ഷേത്രമല്ല താജ്മഹലിന് ചുറ്റും ശിവസ്തുതികൾ പാടിക്കൊണ്ട് കറങ്ങിയടിച്ച് നടക്കുകയും അവിടേക്ക് എത്തുന്ന ഇവരെ ഒന്നാമത് ഈ ഒരു RSS ക്രിമിനൽസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അപ്പം ഇവരെ അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ അടിച്ചോടിച്ചു വിടാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി ഓടിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് കുറേ കാലത്തിന് മുമ്പ് വാർത്ത വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ മനസ്സിലായില്ലേ, യോഗി ആദിത്യനാഥിന്റെ ഒരു വർഗീയ അജണ്ട എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടില്ലേ. പുള്ളിക്ക് അത് സ്ഥാപിച്ചെടുക്കണം. ഞാനൊരു വലിയ വർഗീയവാദിയാണെന്നും ഞാനൊരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന് പുള്ളിക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ യൂട്യൂബർ തന്നെ പറഞ്ഞിരിക്കുന്നത് മോദി വന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നുള്ള കാര്യം. അല്ല, പിന്നെ യോഗി വന്നാൽ തീരാവുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താ, യോഗി ഇവിടെ വന്നു കഴിയുമ്പോൾ തീവ്രമായ ഒരു വർഗീയ നിലപാടെടുക്കുമെന്നും നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് വർഗീയ നിലപാടെടുക്കാൻ ശേഷിയുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ്, അവിടെ സ്റ്റാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് ശരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഇത് ആ രാഷ്ട്രീയ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ അവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചും പിന്നീട് ഇവരുടെ കേസുകൾ സംബന്ധിച്ചൊക്കെ തീരുമാനമാകും. അപ്പം ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ മീഡിയകളുണ്ട്. അതായത് ഈ ചെയ്ത ചെയ്ത്തിനെ എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെയൊക്കെ വെള്ള പൂശി കൊടുക്കുന്ന കുറേയധികം മാധ്യമങ്ങളുണ്ട്. ഇതൊക്കെയാണ് ശരി, നിങ്ങൾ ചിന്തിച്ചതോ ഡൽഹിയിൽ നിങ്ങൾ കണ്ടതോ അല്ല ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന കുറേ മീഡിയകളെ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അന്തിമ വിജയം അവരുടെ തന്നെയാണ്. ആ വിജയം നമ്മൾ അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ള വസ്തുത തന്നെയാണ്.